അടിയന്തരാവസ്ഥയുടെ കിരാതവാഴ്ചകൾ ഭയപ്പെടുത്തുന്ന ഓർമ്മകളായി ആർത്തിരമ്പുന്ന മാസം കൂടിയാണ് ജൂൺ. The President of India has proclaimed national emergency, nothing to panic about. ഇന്ത്യൻ രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു, ആശങ്കപ്പെടേണ്ടതില്ല എന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി ഡൽഹിയിലെ ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റുഡിയോയിലൂടെ തത്സമയം ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് ഇന്നേക്ക് 50 വർഷം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിലും 1975 ജൂൺ മാസം 25 എന്ന് കേൾക്കുമ്പോൾ പലരുടെയും മനസ്സിൽ ഓർമ്മകളുടെ കനലുകൾ എരിയും. അത്ര എളുപ്പത്തിൽ മറക്കാൻ കഴിയാത്ത, മറന്നുകൂടാത്ത സംഭവമാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ജനാധിപത്യത്തെ, ഭരണഘടനാ മൂല്യങ്ങളെ മോർച്ചറിയിലാക്കിയ ആ ഇരുണ്ട അധ്യായം. സ്വതന്ത്രമായതിനു ശേഷം നിരന്തരമായി ഇന്ത്യ പരിപാലിച്ചു പോന്ന ഭരണഘടനാ ജനാധിപത്യ ആശയങ്ങളെ റദ്ദ് ചെയ്യപ്പെടാനുണ്ടായ ചരിത്രപരമായ പശ്ചാത്തലം, ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ സംബന്ധമായ വ്യവസ്ഥകൾ, അതിൽ വന്നിട്ടുള്ള ഭേദഗതികൾ, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് ഭരണകൂടം ഭരണഘടനയെ അട്ടിമറിച്ചു എന്ന വാദത്തിൻ്റെ പ്രസക്തി എന്നിവയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ വിലയിരുത്തുക. വെൽക്കം ടു ബ്ലാക്ക് ടീ ആൻഡ് ബോൾഡ് വ്യൂസ് വിത്ത് അക്ഷയ്. ആയിരത്തി 1973-74 കാലഘട്ടം ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ശക്തമായി അരങ്ങേറിയ കാലമായിരുന്നു. 1973 ഉണ്ടായ അറബ് ഇസ്രായേൽ യുദ്ധാനന്തരം ലോകത്ത് ഒരു ഇൻ്റർനാഷണൽ ഓയിൽ ക്രൈസിസ് ഉണ്ടാവുകയും ഇത് നമ്മുടെ രാജ്യത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു. വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിലും ഉണ്ടാക്കി. അനിയന്ത്രിതമായ വിലവർദ്ധനവ്, തൊഴിലില്ലായ്മ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ജനജീവിതത്തെ ഇന്ത്യയിൽ സാരമായി ബാധിച്ചു. ഇതിനു പുറമെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായ അഴിമതി, സ്വജനപക്ഷപാതം എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളും ഇന്ത്യയിലെ ജനതയെ മാനസികമായും അതുപോലെ തന്നെ സാമൂഹികമായും ഏറെ പിന്നിലാക്കുന്നു എന്ന തോന്നലുകൾക്ക് പാത്രമാക്കി. എന്നാൽ കോൺഗ്രസ് ഗവൺമെൻറ്റിനെതിരായുള്ള സമരപരിപാടികളുടെ തുടക്കം അഹമ്മദാബാദിലെ LD എഞ്ചിനീയറിംഗ് കോളേജിലെ മെസ് ഫീ വർദ്ധനവിൽ നിന്നുമാണ്. ഏതായാലും ഗുജറാത്തിൽ നിന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭം ബീഹാറിലേക്ക് പടർന്നു കയറുകയും എന്നാൽ ബീഹാറിലെ വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ശക്തമായ ഒരു നേതൃത്വം അനിവാര്യമാണ് എന്ന തിരിച്ചറിവിലേക്ക് എത്തപ്പെടുകയുമുണ്ടായി. അങ്ങനെയാണ് അന്ന് രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് റിട്ടയർമെൻറ്റ് സ്വീകരിച്ച് മുന്നോട്ട് പോവുകയായിരുന്ന സോഷ്യലിസ്റ്റ് നേതാവായ ജയപ്രകാശ് നാരായണനോട് തങ്ങളുടെ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണമെന്ന് വിദ്യാർത്ഥികൾ അഭ്യർത്ഥിക്കുന്നത്. അക്രമ സംഭവങ്ങളില്ലാത്ത ശാന്തമായ പ്രതിഷേധ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് എങ്കിൽ ഞാൻ നിങ്ങളുടെ സമര പരിപാടികളിൽ സമരമുഖത്തുണ്ടാകും എന്ന് ജയപ്രകാശ് നാരായൺ മറുപടിയായി വിദ്യാർത്ഥി സംഘടനകളോട് പറയുകയും ചെയ്തു. ശാന്തമായി തുടങ്ങുന്ന, ശാന്തമായി മുന്നോട്ട് പോകുന്ന സമര പരിപാടികൾ അശാന്തമാകുന്നത് പോലീസിൻ്റെ നരനായാട്ടോടുകൂടിയാണ്. ജയപ്രകാശ് നാരായൺ യഥാർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോയ മൗനജാഥയിൽ പോലീസ് വെടിയുതിർക്കുകയും ഇത് രാജ്യത്തെ സ്ഥിതിഗതിയെ പൂർണ്ണമായും അശാന്തമാക്കുകയും ചെയ്തു. The opposition was becoming undemocratic, unconstitutional. What was threatened was the very stability and unity of India. അങ്ങനെ രാജ്യമെമ്പാടും കോൺഗ്രസ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമായി മുന്നേറുന്ന കാലഘട്ടത്തിലാണ് 1971 ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന രാജ് നാരായൺ സമർപ്പിച്ച ഇലക്ഷൻ പെറ്റീഷനിൽ അലഹബാദ് ഹൈക്കോടതി വിധിയുമായി എത്തുന്നത്. അലഹബാദ് ഹൈക്കോടതിയുടെ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രിയുടെ സ്റ്റെനോഗ്രാഫർ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിരുന്നു കൊണ്ട് തന്നെ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഏജൻ്റായി പ്രവർത്തിച്ചു എന്നുള്ളതായിരുന്നു സാരമായ കുറ്റകൃത്യം. 6 വർഷത്തേക്ക് ഇന്ദിരാഗാന്ധി മറ്റൊരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പോലും പാടില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി വിധി പറയുകയും ഇന്ദിരാഗാന്ധിയുടെ നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയം അലഹബാദ് ഹൈക്കോടതി റദ്ദ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്ദിരാഗാന്ധി അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നു. സുപ്രീം കോടതിയുടെ അവധിക്കാല ബെഞ്ച് പുറപ്പെടുവിച്ച വിധി വളരെ കൺഫ്യൂസിംഗ് ആയിരുന്നു, വളരെ സ്ട്രെയിഞ്ച് ആയിരുന്നു. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇപ്രകാരമായിരുന്നു: പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ദിരയ്ക്ക് പാർലമെൻറ്റിൽ പോകാം, പാർലമെൻറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമാകാം, പാർലമെൻറ്റിൽ സംസാരിക്കാം.
എന്നാൽ പാർലമെൻറ്റ് അംഗം എന്ന നിലയ്ക്ക് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളും ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടായിരിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ പാർലമെൻറ്റിൽ വോട്ടവകാശമില്ലാത്ത, പാർലമെൻറ്റിനകത്ത് യാതൊരു തരത്തിലുമുള്ള പാർലമെൻറ്റ് അംഗത്തിൻ്റെ പ്രിവിലേജസോ അധികാരമോ ഇല്ലാത്തൊരു പ്രധാനമന്ത്രി മാത്രമായി ഇന്ദിരാഗാന്ധി മാറി എന്നുള്ളത് ചെറുതായൊന്നുമല്ല ഇന്ദിരാഗാന്ധിയെ ഉലച്ചത്. തെരഞ്ഞെടുപ്പിൽ മാൽ പ്രാക്ടീസ് നടന്നു എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടതോടെ ഇന്ദിര ധാർമ്മിക ബാധ്യത ഏറ്റെടുത്ത് രാജിവെച്ചൊഴിയണം എന്ന ആവശ്യം ശക്തമാകുന്നു. ദേശീയ നേതാക്കളായ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായൺ എന്നിവർ ഇതിനായി സമരമുഖത്തേക്ക് ഇറങ്ങുന്നു. 1975 ജൂൺ മാസം 25 രാവിലെ ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ജയപ്രകാശ് നാരായൺ ഒരു വിരാട് റാലി സംഘടിപ്പിക്കുകയും ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വിരാട് റാലിയിൽ പങ്കെടുക്കുന്നത്. ഈ റാലിയിൽ അദ്ദേഹം ഇന്ത്യയിലെ പോലീസുകാരോടും പട്ടാളക്കാരോടുമായി ഒരു ആഹ്വാനം നടത്തുന്നു. വിവാദാസ്പദമായ ഒരു ആഹ്വാനമായിരുന്നു അത്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇപ്രകാരമായിരുന്നു: നിയമവിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് ആജ്ഞയുണ്ടായാൽ, ഉത്തരവുണ്ടായാൽ അത് അനുസരിക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. എന്നാൽ ഈ ആഹ്വാനത്തെ മറ്റൊരു രീതിയിലാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇന്ദിരാഗാന്ധിയുടെ ചെവിയിൽ എത്തിക്കുന്നത്. ജയപ്രകാശ് നാരായൺ രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നും ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയെ ആകമാനം ബാധിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ ഇന്ദിരാഗാന്ധിയുടെ ചെവിയിലേക്ക് എത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ദിരാഗാന്ധി തൻ്റെ ഏറ്റവും വിശ്വസ്തനും കോൺഗ്രസിലെ രാഷ്ട്രീയ ഭീഷ്മാചാര്യൻ എന്നും അറിയപ്പെടുന്ന അന്നത്തെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ സിദ്ധാർത്ഥ ശങ്കർ റേയെ പ്രൈം മിനിസ്റ്റേഴ്സ് ബംഗ്ലാവിലേക്ക് വിളിച്ചു വരുത്തുന്നത്. സിദ്ധാർത്ഥ ശങ്കർ റേയോട് ഇന്ദിരാഗാന്ധി ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതിയുടെ വിധിയുടെ നൂലാമാലയിൽ നിന്ന് പുറത്തു വരും വിധം ഇന്ത്യൻ ഭരണഘടന അരിച്ചുപിറക്കി എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിക്കുക. അങ്ങനെ സിദ്ധാർത്ഥ ശങ്കർ റേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും അരിച്ചുപിറക്കുന്നു. ഒരുപാട് നേരം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പത്രത്താളുകളിൽ സിദ്ധാർത്ഥ ശങ്കർ റേയും ഇന്ദിരാഗാന്ധിയും അരിച്ചുപിറക്കുന്നു. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 352 അന്ന് പരാമർശിച്ചിരുന്നത് ഇപ്രകാരമാണ്: ഇൻ കേസ് ഇഫ് ദർ ഇസ് എ ത്രെറ്റ് ഓഫ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ഇന്റേണൽ ഡിസ്റ്റർബൻസ്, the president on the basis of his or her satisfaction may proclaim a national emergency. യുദ്ധമോ ബാഹ്യ ആക്രമണമോ അല്ലെങ്കിൽ ഒരു ആഭ്യന്തര അശാന്തിയോ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് രാജ്യത്ത് മുഴുവനായോ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. ഏതായാലും അനുച്ഛേദം 352 ഇന്ത്യൻ ഭരണഘടനയിൽ കണ്ടെത്തിയ സിദ്ധാർത്ഥ ശങ്കർ റേ ഇന്ദിരാഗാന്ധിയോട് ഒരു യുറേക്ക മൊമെൻറ്റിൽ ഈ വിഷയം പ്രതിപാദിക്കുകയും രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യപ്പെടാം എന്ന് ധാരണയാവുകയും ചെയ്യുന്നു. ഇന്ത്യ ഇന്ന് വരെ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ റബ്ബർ സ്റ്റാമ്പ് രാഷ്ട്രപതിയായിരുന്നു ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഇന്ദിരാഗാന്ധി ഈ ഡോക്യുമെൻറ്റിൽ, അതായത് ഈ പ്രൊക്ലമേഷൻ ഡ്രാഫ്റ്റിൽ ഒപ്പുവെക്കാൻ മുൻ രാഷ്ട്രപതിയായ ഫക്രുദ്ദീൻ അലി അഹമ്മദിനോട് ആവശ്യപ്പെടുകയും സാധാരണഗതിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മന്ത്രിമാരുമായി കൂടിയാലോചിക്കുന്ന കീഴ്വഴക്കമുണ്ട് എന്ന് രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തുമ്പോൾ ആദ്യം താങ്കൾ ഒപ്പുവെക്കൂ, അതിനുശേഷം നാളെ ഞാൻ മന്ത്രിമാരോടുമായി സംസാരിക്കാം എന്ന് ഇന്ദിരാഗാന്ധി മറുപടി പറയുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് ഇന്ദിരാഗാന്ധി വളരെ അടിയന്തരമായി മന്ത്രിമാരോട് പ്രൈം മിനിസ്റ്റേഴ്സ് ബംഗ്ലാവിൽ ഒരു ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് അറിയിക്കുകയും മന്ത്രിമാർ എത്തുകയും ചെയ്യുന്നു. ഈ മന്ത്രിമാരോട് ഇന്ദിരാഗാന്ധി അറിയിക്കുന്നത് ഇപ്രകാരമാണ്: രാജ്യത്ത് നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥ പരിഗണിച്ച്, രാജ്യത്ത് നിലനിൽക്കുന്ന അക്രമ സംഭവങ്ങൾ പരിഗണിച്ച് രാഷ്ട്രപതി ഒരു ഇന്റേണൽ എമർജൻസി പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്യാബിനറ്റ് എന്ന പദം അതുവരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ക്യാബിനറ്റ് എന്ന പദത്തിൻ്റെ ഇൻസേർഷൻ നടക്കുന്നത് ഈ സംഭവത്തിന് ശേഷമാണ്. അതായത് ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രി അത്തരമൊരു നിർദ്ദേശം രാഷ്ട്രപതിക്ക് നൽകുന്നതിന് മുൻപായി ക്യാബിനറ്റിൻ്റെ റിട്ടൺ റെക്കമെൻഡേഷൻ വേണം. ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രൈം മിനിസ്റ്റീരിയൽ ഗവൺമെൻറ്റായി മാറാൻ ആ സാഹചര്യത്തിൽ സാധിക്കില്ല എന്ന വസ്തുത ഭരണഘടനാവൽക്കരിക്കപ്പെടുന്നത് ഈ സംഭവത്തിന് ശേഷമാണ് എന്നുള്ളതും ഇവിടെ പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ നമ്പർ 19 അക്കാലത്ത് 7 സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിച്ചു പോന്നിരുന്നു. That means 7 freedoms were protected under Article number 19 of the Indian Constitution then. അക്കാലത്ത് എന്ന് പ്രത്യേകം പറയാൻ കാരണം പിന്നീട് അത് 6 സ്വാതന്ത്ര്യങ്ങളായി കുറയുന്നുണ്ട്. സ്വത്തവകാശത്തിനുള്ള സ്വാതന്ത്ര്യം 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ
ഈ ആർട്ടിക്കിൾ നമ്പർ 19 നിന്ന് ഒമിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് പ്രത്യേകമായി മനസ്സിലാക്കുക. ഏതായാലും അക്കാലത്ത് ഈ 6 സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖമായത്, ഏറ്റവും പ്രധാനപ്പെട്ടത് അഭിപ്രായ സ്വാതന്ത്ര്യമായിരുന്നു. വിച്ച് മീൻസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും അവരുടെ ചോയ്സിനനുസരിച്ചുള്ള മാധ്യമങ്ങളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പറയുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. ഇതിലേറ്റവും പ്രധാനമായ കോടതിയുടെ വ്യാഖ്യാനം അനുസരിച്ച് ഏറ്റവും പ്രധാനമായത് പത്രമാധ്യമ സ്വാതന്ത്ര്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എമർജൻസി പ്രഖ്യാപന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ബാധിക്കപ്പെട്ടത് പത്രമാധ്യമ സ്വാതന്ത്ര്യമാണ് എന്ന വിലയിരുത്തൽ പ്രധാനപ്പെട്ടതാകുന്നത്. ഏതായാലും എമർജൻസി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഉടനെ തന്നെ രാജ്യത്തെ എല്ലാ പത്രമാധ്യമ സ്ഥാപനങ്ങളിലെയും വൈദ്യുത ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടു. പുതിയ സെൻസർഷിപ്പ് ചട്ടങ്ങൾ പുറത്തിറക്കുന്നു. ഈ സെൻസർഷിപ്പ് ചട്ടങ്ങൾ പൂർണ്ണമായും പാലിക്കപ്പെട്ടു എന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പിന്നീട് ഈ പത്രമാധ്യമ സ്ഥാപനങ്ങൾക്ക് വൈദ്യുത ബന്ധം സ്ഥാപിച്ചു നൽകുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെ, ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള പത്രങ്ങളെല്ലാം തന്നെ ഇന്ദിരയുടെ സ്തുതിപാഠകരായ ആ കാലഘട്ടത്തിൽ മാറുന്നുണ്ട്. കാരണം ഈ പത്രങ്ങളുടെ എല്ലാം തന്നെ ഏറ്റവും വലിയൊരു റവന്യൂ സോഴ്സ് അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങളായിരുന്നു. ഗവൺമെൻറ്റിൻ്റെ പരസ്യങ്ങളില്ലാതെ ഈ പത്രമാധ്യമ സ്ഥാപനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത ഒരു പശ്ചാത്തലമായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്കനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ പോളിസിക്കനുസരിച്ച്, ഗവൺമെൻറ് പുറത്തിറക്കിയ പുതിയ പത്രമാധ്യമ സെൻസർഷിപ്പ് ചട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും, രാഷ്ട്രീയപരമായ വാർത്തകൾ രാഷ്ട്രീയ സംവിധാനം സെൻസർ ചെയ്തതിന് ശേഷം മാത്രമേ പുറത്തിറക്കാൻ സാധിക്കൂ എന്നുള്ള നിബന്ധനകൾ പാലിക്കപ്പെട്ടതിന് ശേഷം മാത്രവുമാണ് പിന്നീട് അങ്ങോട്ടുള്ള പത്രമാധ്യമ വാർത്തകൾ പുറത്തിറങ്ങിയിരുന്നത്. അതുകൊണ്ടാണ് ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷത്ത് നിന്നുമുള്ള പ്രധാനപ്പെട്ട ഒരു നേതാവായ LK അദ്വാനി ഇത്തരത്തിൽ പരാമർശിച്ചത്, ഇന്ദിര കുനിയാൻ പറഞ്ഞപ്പോൾ പത്രമാധ്യമ സ്ഥാപനങ്ങൾ മുട്ടിലിഴഞ്ഞു എന്ന്. ഏതായാലും എല്ലാ പത്രങ്ങളും അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള പത്രങ്ങൾ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്ന ഷോക്ക് ട്രീറ്റ്മെൻറ്റിനെ നിശിതമായ ഭാഷയിൽ, കർശനമായ ഭാഷയിൽ തന്നെ വിമർശിക്കുകയുമുണ്ടായി. അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റവും വ്യാപകമായി മിസ്യൂസ് ചെയ്യപ്പെട്ട ഒരു പാർലമെൻ്ററി നിയമമാണ് മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്നത്. 1971 ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന നിയമത്തിൻ്റെ പ്രത്യേകത, ഈ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ നിയമപ്രകാരം കരുതൽ തടങ്കലിൽ പാർപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്ക് കോടതിയിലൂടെ തങ്ങളുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പരിഹാരം തേടുന്നതിനുള്ള അവകാശം പോലും ഇല്ലാതാകുന്നു. ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ വച്ച് ദ മോസ്റ്റ് ഡ്രക്കോണിയൻ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോ എന്ന് പരാമർശിക്കാൻ സാധിക്കുന്ന ഈ നിയമം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു. RSS പോലെയുള്ള സംഘടനകളുടെ സമരപരിപാടികൾ അല്ലെങ്കിൽ സംഘടനയെ തന്നെ ബാൻ ചെയ്യുന്നു അല്ലെങ്കിൽ നിരോധിക്കുന്നു എന്ന തരത്തിലുള്ള ആക്ഷൻസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി വരുന്നു. 250-ൽ പരം പത്രമാധ്യമ പ്രവർത്തകരെ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുന്നു. 1 ലക്ഷത്തിൽ പരം ജനങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. ജയില് പൂർണ്ണമായും ഒക്യുപ്പൈഡ് ആകുന്നു. അതിനുശേഷം ജയിലിൻ്റെ തൂണുകളിൽ തടവ് പുള്ളികളെ ചങ്ങല ബന്ധിതരാക്കുന്നു. അങ്ങനെ നിരന്തരമായ മനുഷ്യത്വരഹിതമായ നീതി നിഷേധത്തിൻ്റെ കഥയാണ് മെയിൻ്റെനൻസ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആക്ട് എന്ന ഈ നിയമത്തിന് അടിയന്തരാവസ്ഥ കാലത്ത് പറയാനുള്ളത്. പിന്നീട് ഈ നിയമം ഒമിറ്റ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ റിപ്പീൽ ചെയ്യപ്പെട്ടു എന്നുള്ളത് കാലത്തിൻ്റെ കാവ്യനീതിയാണ് എന്ന് പരാമർശിക്കാതിരിക്കാനും സാധിക്കില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്തത് ഇന്ദിരാഗാന്ധിയുടെ അരുമ മകനായ സഞ്ജയ് ഗാന്ധി ആയിരുന്നു. കൃത്യമായൊരു ക്യാബിനറ്റ് റാങ്ക് പോലും ഇല്ലാതിരുന്ന സഞ്ജയ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മുഖ്യ ഉപദേഷ്ടാവായത് വളരെ പെട്ടെന്നാണ്. ഏതായാലും സഞ്ജയ് ഗാന്ധിയുടെയും കൂട്ടാളികളുടെയും കൂർമ്മ ബുദ്ധിയിൽ ഉദിച്ച ആശയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളായി മാറുന്നു എന്ന ദൗർഭാഗ്യകരമായ സാഹചര്യം പോലും അടിയന്തരാവസ്ഥയുടെ പ്രത്യാഘാതങ്ങളിലൊന്നാണ്. അതിലേറ്റവും പ്രധാനം ഫാമിലി പ്ലാനിംഗ് ത്രൂ സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം എന്ന പദ്ധതിയായിരുന്നു. അതായത് നിർബന്ധിത വന്ധ്യംകരണത്തിലൂടെ ഉള്ള കുടുംബാസൂത്രണം. ഏകദേശം 1 കോടിയിലധികം ജനങ്ങളാണ് നിർബന്ധിത വന്ധ്യംകരണത്തിന് പാത്രമായത്. 2000-ഓളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്ക് സഞ്ജയ് ഗാന്ധി കൃത്യമായ ടാർഗറ്റ് നൽകാൻ തുടങ്ങി. അതായത് ഒരു
ദിവസം ഇത്രത്തോളം പേരെ നിർബന്ധിത വന്ധ്യംകരണത്തിന് വിധേയമാക്കിയില്ല എങ്കിൽ അവരുടെ പ്രമോഷൻ ഉൾപ്പെടെയുള്ള ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടഞ്ഞു വെക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നയമായി മാറുകയുമുണ്ടായി. ഇതിനെല്ലാം പുറമെ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പാർലമെൻ്ററി പരമാധികാര സംസ്കാരം തന്നെ നിലവിൽ വന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 13ഓളം പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഇതിൽ 7ഉം ജുഡീഷ്യറിയെ അല്ലെങ്കിൽ നീതിപീഠത്തിന് മൂക്കുകയറിടുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധി 42ാമത് ഭരണഘടനാ ഭേദഗതിയിലെ ബഹുഭൂരിപക്ഷം വ്യവസ്ഥകളിലും മാറ്റം കൊണ്ടുവരുന്നത്. Why introduce a bill to prevent the courts enforcing civil liberties? I don't think these matters have been taken out of the hands of the courts. But all that we are trying to do is to give Parliament its due rights, because we found that they were being impinged upon and the Constitution was being interpreted in such a way which was against its very spirit and which prevented any kind of reform. ഇതുകൂടാതെ അതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ലാതിരുന്ന മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് were inserted. കാരണം വർഷങ്ങളോളം, ഏകദേശം 25 വർഷങ്ങളോളം, അതായത് 1950 മുതൽ 75 വരെയുള്ള കാലഘട്ടങ്ങളിൽ ജനങ്ങൾ ആസ്വദിച്ചിരുന്ന തങ്ങളുടെ മൗലികാവകാശങ്ങൾ ഒരു സുപ്രഭാതത്തിൽ അടിയന്തരാവസ്ഥ എന്ന പ്രഖ്യാപനത്തോടുകൂടി റദ്ദ് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് അങ്ങിങ്ങായി ജനങ്ങൾ തങ്ങളുടെ നഷ്ടപ്പെട്ട അവകാശങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടാൻ തുടങ്ങി. എന്നാൽ ഇന്ദിരാഗാന്ധിയുടെ വാദം ഇപ്രകാരമായിരുന്നു: ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഭരണഘടനയാണ്. ഭരണഘടനയിലെ അനുച്ഛേദം 352 പരാമർശിച്ചിട്ടുള്ള ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ ഭരണഘടനാ വിരുദ്ധമായ ഒന്നും തന്നെയില്ല, ഭരണഘടനാ ലംഘനമില്ല. ജനങ്ങൾ ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ള മൗലികാവകാശത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർ രാജ്യത്തിന് നൽകേണ്ടുന്ന കർത്തവ്യത്തെപ്പറ്റി മറന്നുപോകുന്നു. ഭരണഘടനാ മൂല്യങ്ങളെ ബഹുമാനിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ജനങ്ങൾ മറന്നുപോകുന്നു. അതുകൊണ്ട് നിർബന്ധമായും അവർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നൽകണം. ആ ഓർമ്മപ്പെടുത്തലുകളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്നുള്ളതായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ വേർഷൻ. ഏതായാലും 42ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ള അൺഡെമോക്രാറ്റിക് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഒരു പരിധിവരെ തുടച്ചു നീക്കാൻ 44ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ മൊറാർജി ദേശായി ഗവൺമെൻറ് ശ്രമിച്ചു എന്നുള്ളത് ആശ്വാസജനകമാണ്. ഇനി അങ്ങോട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം സങ്കീർണമാണ്. കാരണം നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ പരാമർശിക്കുന്നത് പാർലമെൻ്ററി പരമാധികാരം എന്ന ആശയത്തിന് പ്രാധാന്യം കൂടുതൽ നൽകണമെന്നും ജുഡീഷ്യറിയേക്കാൾ ശക്തമായിരിക്കണം പാർലമെൻറ്റ് എന്നുമുള്ള സന്ദേശമാണ് നിരന്തരമായി ഭരണഘടനാ പദവിയിലിരിക്കുന്ന പ്രമുഖർ സംസാരിക്കുന്നത്. പാർലമെൻ്ററി പരമാധികാരം എന്ന സന്ദേശത്തെപ്പറ്റിയോ ആശയത്തെപ്പറ്റിയോ തന്നെയാണ് എന്നുള്ളത് പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. ഏതായാലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 75 വർഷം നടന്നു കയറിയ ദൂരം അത്ഭുതാവഹമാണ്. നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആ വൈവിധ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരു ഐക്യം, ഒരു അഖണ്ഡത നമ്മളുടെ ഭരണഘടനയിലൂടെ നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഭാഗ്യമാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡോക്ട്രിൻ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ എന്ന ആശയത്തെ എപ്പോഴും ഉയർത്തിപ്പിടിക്കാം. അതൊരു ജുഡീഷ്യറി ആണെങ്കിലും എക്സിക്യൂട്ടീവ് ആണെങ്കിലും ലെജിസ്ലേച്ചർ ആണെങ്കിലും ഇവയ്ക്കെല്ലാം തന്നെ സ്വയം ഭരണാധികാരം നൽകുന്ന, എന്നാൽ ഭരണഘടനയ്ക്ക് അതിനെല്ലാം മുകളിൽ പരമാധികാരം നൽകുന്ന ശക്തമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെമോക്രസിയായി ഇന്ത്യക്ക് തുടരാൻ സാധിക്കട്ടെ. മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ഗുഡ് ബൈ.